എടാ മച്ചു, ബിജു എന്താ വല്ലാത്തൊരു നോട്ടം നോക്കി പോകുന്നു. എന്റെ അളിയ, നിന്റെ രോമത്തിന്റെ വിലയില്ല അവന്മാർക്ക്. നീ ഒന്ന് ചുമ്മാ ഇരിക്കേ, വെറുതെ ഓരോന്ന് പറഞ്ഞു. ചെറിയ കാര്യങ്ങൾക്ക് എന്തിനാണ് നീ ഇങ്ങനെ കിടന്ന് ചൂടാകുന്നത്? ആദ്യം നിന്റെ ദേഷ്യം കുറയ്ക്കാൻ നോക്ക്. ഞാൻ എന്നാ ചെയ്യാനാ, എനിക്ക് ദേഷ്യം വന്നു. രണ്ടു പറഞ്ഞു. എടാ, കെട്ടിയോളൊന്നും പറഞ്ഞൊരു സാധനം വന്നാ എല്ലാം അങ്ങ് താനെ അടങ്ങും. ഓ പിന്നെ എല്ലാം അങ്ങ് അടങ്ങും. നല്ല അഭിനയ കള്ളത്തരം. മച്ചു, ഞാൻ പോട്ടെ. നീ ഇവിടെ ഇരിക്കും, പോവാം. എല്ലാരും ഈ അഭിനയം കണ്ടു തന്നെയാണല്ലോ മയങ്ങി വീണത്. പറഞ്ഞത് ശരിയാ, മയങ്ങി. ദേ നോക്ക്, എന്റെ വായിലിരിക്കുന്ന കേക്കല്ലേ. വേണ്ട, കൂടുതലൊന്നും സംസാരിക്കണ്ട. വിശന്ന് ഞങ്ങളുടെ ജീവൻ പോവാ. വേഗം ചോറെടുക്കാൻ നോക്ക്. ചുമ്മാ വേണ്ടടാ, ഞാൻ വീട്ടിൽ പോയി കഴിച്ചോളാം. കഴിച്ചിട്ട് പോയാൽ മതി. നീ വലിയ ആളാകാൻ നോക്കണ്ട. ഡേ, നിന്നോട് പറഞ്ഞ കേട്ടില്ലേ? അതോ നിനക്ക് ചെവിയാക്കില്ലേ? ചോറ് വിളമ്പനാ പറഞ്ഞേ. എടാ, അവളുടെ മെക്കെട്ട് നിന്നെ നീ കയറുന്നു. ചുമ്മാ താഴെയാ. ഇന്ന് നിന്നെ ഞാൻ എടാ, പ്രശ്നം ഉണ്ടാക്കാതെ പറയുന്ന കേക്ക്. ഡേ, ഒന്ന് വെച്ച് തന്നാലുണ്ടല്ലോ. ഞാൻ അറിഞ്ഞോണ്ട് ചെയ്തതല്ല, കൈതട്ടി പാത്രം താഴെ വീണതാ. എടി വട്ട് കേസേ, എന്തു അടി ഇത്? എന്താടാ അമ്മ വന്നിട്ടുണ്ട്. പെണ്ണെങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടു? ആ, നല്ല പഠിപ്പുണ്ടച്ചാ. ജോലിക്ക് പോയാൽ നല്ല കാശുണ്ടാക്കും. എനിക്കൊന്നേ ഉള്ളൂ, എന്റെ അമ്മയെ നന്നായിട്ട് നോക്കിയാൽ മാത്രം മതി. ഇത് മിക്കവാറും നടക്കുമെന്നാ എനിക്ക് തോന്നുന്നേ. അതെ അച്ഛാ, ആ രണ്ട് പെണ്ണുങ്ങളെക്കാളും ഈ കൊച്ചു നല്ല കറുത്ത സുന്ദരിയാച്ചാ. അത് ശരിയാ മോനെ, ഇവള് കറുത്തിട്ടാണെങ്കിലും നല്ല ഐശ്വര്യമുള്ള കുട്ടിയല്ലേ. ഐശ്വര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ വേണമെങ്കിൽ രണ്ടാമത് കെട്ടിക്കോ. എന്റെ മോന്റെ തലേ വെച്ച് കെട്ടാൻ നോക്കണ്ട. കാളിയമ്മന്റെ അമ്പലത്തിൽ ഇല്ലാത്ത നേർച്ച നേർന്നുണ്ടായത് ആ കുഞ്ഞ്. അങ്ങനെ ഒരു ചെറുക്കൻ, ഇങ്ങനെ ഒരു പെണ്ണോ? എന്റെ കുഞ്ഞിന്റെ സൗന്ദര്യത്തിനും പഠിത്തത്തിനും ഈ നാട്ടില് തന്നെയല്ല, ഈ ലോകത്തില്ലാത്ത മഹാറാണിയെ കൊണ്ട് ഞാൻ കെട്ടിച്ചു കൊടുത്തില്ലെങ്കിൽ നിങ്ങൾക്കറിയാമോ, എന്റെ പേര് പോലും ഞാൻ മാറ്റിക്കളയും. എനിക്കും മഹാറാണിയെ പോലെ തന്നെയുള്ള പെണ്ണിനെ വേണ്ടത്. അതിനുവേണ്ടി ഇതെന്താടാ കണ്ണ് ഇങ്ങനെ കോങ്ങണ്ണായിട്ടിരിക്കുന്നേ? ഇതെന്താടി മൂക്ക് ഇങ്ങനെ ഇരിക്കുന്നേ? അയ്യേ, വെള്ളുകപ്പ പോലെ ഉണ്ട്. എന്താ എന്തോന്ന് വായ ഇത്? ഒന്നിനും കൊള്ളുകയല്ലെന്നേ. കണ്ട ഒരു മുതുക്കിയെ പോലെ ഉണ്ട്. കുറ്റമൊക്കെ പറയാടാ. കഴിഞ്ഞ ആഴ്ച ഞാൻ ഒരു പെണ്ണിനെ കണ്ടു. അമ്മ എന്താ പറഞ്ഞോന്നറിയാവോ? എന്തോന്നാ ചിരി കുലുങ്ങി കുലുങ്ങി? പെണ്ണുങ്ങളുടെ ചിരിയെ കേൾക്കാൻ നല്ല രസം ഉണ്ടാവണം. നീ ഒന്ന് പറഞ്ഞ ജോണി, ചിരിക്കകത്തെന്താ നല്ലത് വഴുക്കും? അല്ലെങ്കിൽ പ്രണയിച്ച് കല്യാണം കഴിക്കും മച്ചാ, അതാണ് ബെസ്റ്റ്. അന്ന് നമ്മള് പോയി പണി നോക്ക്. പെൺകുട്ടികളോട് സംസാരിക്കാൻ പോലും അറിയില്ല, പിന്നെങ്ങനെ പ്രേമിക്കുന്നേ? വേറെ വഴിയില്ല. എന്റെ അമ്മ തന്നെ നല്ലൊരു പെണ്ണിനെ കണ്ടെത്തട്ടെ. കാത്തിരിക്കാം. നീ എന്താ പറഞ്ഞേ? മോന് നോക്കിയ പെണ്ണിനെ പറ്റി എന്തോന്ന് നോക്കിയെന്നാ? നാട്ടിലൊന്നും ഇല്ലാത്ത പെണ്ണിനെയല്ലേ കണ്ടത്? ആങ്ങളമാരൊന്നും ഇല്ലാത്ത വീട്. ആങ്ങളമാരുണ്ടെങ്കിൽ എന്തൊരത്താനാ? നാളെ ഇവന് വല്ല കൊച്ചുങ്ങളും ഉണ്ടായ അതുങ്ങൾക്കൊരു നല്ല കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ അമ്മാവന്മാരുടെ കടമ ചെയ്യാൻ അവരൊന്നും ഇല്ലാതെ എന്റെ പേരക്കുട്ടികളെ അനാഥരാക്കാൻ ഞാൻ സമ്മതിക്കില്ല. അമ്മ എന്താ കുറ്റം മാത്രം കണ്ടെത്തുന്നേ? പെണ്ണ് നന്നായിട്ടുണ്ടോ പയ്യന് ചേരുന്നുണ്ടോ നോക്കുവല്ലാതെ ഇങ്ങനെ കാണുന്ന പെണ്ണുങ്ങൾക്കെല്ലാം കുറ്റം പറഞ്ഞോണ്ടിരുന്നോ? ഞാൻ വേഗം പോയി സന്യാസിയാവും. ആയിക്കോടാ, നീ അങ്ങനെ സന്യാസിയായ ഒരു വിഷമോ ഞങ്ങൾക്കില്ല മോനെ. ഒരു കാർ വാങ്ങിച്ചു തരാൻ വക്കില്ലാത്ത വീടാ കെട്ടാൻ പോകുന്നു. കേട്ടോ മോനെ? അപ്പൊ നിനക്ക് കാറാണല്ലോ വലുത്. നോക്ക്, എന്റെ വായിൽ നല്ലതൊക്കെ വരുന്നുണ്ട്. എന്റെ ചെറുക്കനെ പോലെ പഠിപ്പില്ലാത്ത പല ആൾക്കാർക്കും കാറും ബൈക്കും ഒക്കെ സ്ത്രീധനമായിട്ട് കിട്ടുന്നുണ്ട്. അവര് മൂത്ത പെമ്പിള്ളാർക്ക് കൊടുത്തുപോലെ കൊടുക്കുള്ളൂന്ന്. നമുക്ക് അതിനെയൊന്നും വേണ്ട മോനെ. അങ്ങനെയാണെങ്കിൽ ഏത് പെണ്ണ ഈ വീട്ടിലോട്ട് വരുന്നേ? സത്യം പറയുക, അമ്മ ഉള്ളിടത്തോളം കാലം എന്റെ കല്യാണം നടക്കില്ല. അതേടാ, ഞാൻ ചാമം കുറച്ചു നാളും കൂടെ ആകും. ഇങ്ങനെ പോയ നീ തന്നെ എന്നെ കൊല്ലൂന്നറിയാം. പെറ്റതള്ളക്കല്ലേ എന്റെ വിഷമം അറിയൂ. ദണ്ണം ഉണ്ടടാ, നേർച്ച കാഴ്ചയും വെച്ച് കിട്ടിയതാ നിന്നെ. നിന്റെ നല്ലതിന് പറയുന്നത് തെറ്റാ. നിനക്ക് കിട്ടുന്ന കാറിൽ ഞാനാണോ പോകുന്നത്? നീ തന്നെയല്ലേടാ. ഒരുപാട് നീ അങ്ങ് അഭിനയിക്കാതെ. അവൻ നാളെ ഏതെങ്കിലും കൊച്ചു പെമ്പിളാരെ വിളിച്ച് ഓടിപ്പോയ നീ എന്ത് ചെയ്യടി? പിന്നെ അവൻ കുറച്ച് കൊണ്ടുപോകും. ചൂലും കെട്ടെടുത്ത് തലങ്ങും വിലങ്ങും അടിക്കും ഞാൻ. അയ്യോ, കൊച്ചുമോനെ വെറ്റേമ്പാക്കം വാങ്ങാൻ കാശ് താടാ മോനെ. നീ ഒറ്റ ഒരുത്തി കാരണം അടി അവൻ വെറ്റയ്ക്ക് പോലും കാശ് തരാതെ പോന്നേ. തള്ളേ മിണ്ടായിരുന്നോ? കണ്ണാടി കൊള്ളാലോടാ. ഗുഡ് മോർണിംഗ് താനേ. ചായ കുടിക്കാനാ ഒരു 10 bucks ചേട്ടാ, ജോണി ചേട്ടാ, പറയണോ? കാശൊന്നും ഇല്ല. വേണമെങ്കിൽ കയ്യിലൊരു സാധനം ഉണ്ട്, ഡബിൾ സ്ട്രോങ്. അടിച്ച തല കൊള്ളാലോ. സ്നേക്കോ എന്താ കളറ്? എന്താ? കറപ്പാണ് ചേട്ടാ. മാർക്കറ്റിൽ ലോ പ്രൈസാ. പാരറ്റ് ഗ്രീനിൽ ഡാർക്ക് ഷെയ്ഡ് കിട്ടിയിട്ട് വെച്ചോ. 2 സിയാ. ഓ, ഇംഗ്ലീഷ് പറഞ്ഞോണ്ട് മനസ്സിലായില്ല അല്ലേ? കീന്ന് കറിയില്ലേ? കിളിപ്പച്ചിൽ ഇളമഞ്ഞ പാമ്പിന്റെ ലൈനിട്ടാലുണ്ടല്ലോ 2 സീലും കൂടുതൽ കിട്ടും. എന്റെ പൊന്നെ, എന്താ ജോണി? ബൂസ്റ്റ് ഈസ് സീക്രട്ട് ഓഫ് മൈ എനർജി. ഓൾ ഇന്ത്യ ഓൺലി വൺ എനർജി. ഇത് പിടിക്കാനേ. ജോണി ആയിക്കോട്ടെ സഹോദര, കച്ചവടം നടത്തിക്കളയാനേ. അയാളെ ഒരു കോമാളിയായിട്ട് നിങ്ങൾ കരുതുക. ഒരു സമയത്ത് അയാളെ കണ്ട് പേടിച്ച് വിറയ്ക്കാത്ത ആരും ഇല്ലായിരുന്നറിയോ? ഒരു ചെറിയ പാവ കൊണ്ടുള്ള കളിയാണ് എല്ലാവരും അയാൾ കൊന്ന് തള്ളിയത്. പോലീസുകാരാ അടിച്ച് ഈ പരുവാക്കിയത്.
ഇവിടെ ഇരിക്കുന്ന മിടുക്കന്മാർ ഒരു ഇംഗ്ലീഷ് വാക്ക് പറഞ്ഞ കേക്കട്ടെ. ഒന്നും അറിയാതെ സംസാരിക്കരുത്. എടാ അത് കള ദൈവനെ നോക്കിക്കേ. നീ എന്തിനാ വെച്ചോ വിഷമിച്ചിരിക്കുന്നേ? എന്തോന്നാ വിഷമിക്കാൻ ഇത്ര? ഒന്ന് പോടാ. ഇനി എത്ര ദിവസം എന്ന് വെച്ചാ നീ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? പിന്നെ ജനിക്കാൻ പോകുന്ന കൊച്ചെ നിന്നെ മുത്തശ്ശാന്ന് വിളിക്കും. എടാ അടി മേടിക്കുന്നീ. എടാ കാർത്തിക് ആകെ ഫീലിംഗിലാ. എടാ നീ ജോലി ചെയ്യുന്നിടത്ത് എന്ത് പെണ്ണുങ്ങളാണ് ഉള്ളേ? ഒരെണ്ണത്തിനെ പോലും ഇഷ്ടമായില്ല? അതൊന്നും ശരിയാവത്തില്ലടാ, എല്ലാം മേക്കപ്പാ. ഞാൻ അവൾമാരെ ഒന്നും തിരിഞ്ഞു നോക്കില്ല. അളിയാ ഈ പെണ്ണ് ശരിയാവും നോക്കി. എടാ തോണ്ടടാ പിങ്ക് കളർ ബാഗ്. അളേ തോണ്ടല്ലേ അങ്ങോട്ട് നോക്ക്. ഈ ഏരിയയിൽ തന്നെ 4 പേര് അവളുടെ പുറകിൽ നടന്നുകൊണ്ടിരിക്കുക. എവിടെ വീഴാനാ? നല്ലൊരു സാധനമാ. പാർട്ടിക്കാരന്റെ മോളാ, ദിവസവും വെള്ളം പിടിക്കാൻ വരും. ഇതാണോ നല്ല സാധനം എന്ന് പറഞ്ഞു? നിന്റെയൊക്കെ തലയ്ക്ക് പ്രാണുണ്ടോ? നന്നായിട്ടായിരിക്കുന്നു, അതിനെന്താ കുഴപ്പം? എല്ലാരും കേട്ടോ, ഉഗ്രൻ സാധനമാണത്. നമ്മുടെ മച്ചുവിനൊന്നും ഇഷ്ടമല്ല. അതേടാ മച്ചു, നിനക്കെന്താ കുഴപ്പം? നിനക്ക് നിന്റെ വീട്ടിൽ ഭാര്യ ഉണ്ടല്ലോ, അതാ ബാക്കിയുള്ളതിനൊന്നും പിടിക്കാത്ത. സൗന്ദര്യമുണ്ട്, നിനക്കത് ഇഷ്ടപ്പെട്ട് കാണുമായിരിക്കും. നല്ല സൗന്ദര്യമുണ്ട്, എനിക്കിഷ്ടമായി. അതിനെന്താ നീ കെട്ടിച്ചേരാൻ പോവാ? പോടാ. അളേ അത് വിജയുടെ ബ്ലോക്കിലെ പണി. എടാ ഏത് ബ്ലോക്കാണെങ്കിലും എന്താ, കല്യാണം കഴിക്കാനല്ലേ ചോദിച്ചേ? അതെ കാർത്തികേ, ഞങ്ങളുടെ കളിയും കാർത്തിക്. ഇവന് നിന്നെ ഇഷ്ടമാണെന്ന്. നിന്നെ കിട്ടിയില്ലെങ്കിൽ ഇവൻ ചത്തുകളെന്നാ പറയുന്നേ. എന്താ നീ മറുപടി വിവരമുണ്ടോ നിനക്ക്? ചൂടാകാതെ. എന്തായാലും ഞാൻ സത്യമല്ലേ പറഞ്ഞു. നിനക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞു, ഞാനത് പറഞ്ഞു. കാർത്തികേ കാർത്തികേ എണീക്കേ. എടാ കുളിക്കാൻ പോയി വെള്ളം പിടിച്ചോണ്ട് വാ. നേരെ ഒരുപാടായി. ഉറങ്ങാനും സമ്മതിക്കില്ല. എന്താ നിനക്ക് കുളിക്കാൻ വേണ്ടി പറഞ്ഞതാ, അല്ലാതെ എനിക്ക് കുളിക്കാൻ വേണ്ടിയല്ല. പറഞ്ഞേക്കാം. എപ്പ നോക്കിയാലും ചെറുക്കൻ ഇത് തന്നെ ജോലി. എന്നെങ്കിലും ഒരു ദിവസം രാവിലെ എണീച്ചാ മതിയായിരുന്നു. അലാറം അടിച്ചോണ്ടേയിരിക്കും. അതെങ്ങനെ അച്ഛന്റെ ശീലം തന്നെയല്ലേ മോനും. കല്യാണം കഴിപ്പിച്ചിരുന്ന അവളെ എടുത്തോണ്ട് വരത്തില്ലായിരുന്നു ഇതൊക്കെ. പിന്നെ വന്ന് കേറുമ്പോ അറിയാ നീ തന്നെ സുഖമായിട്ട് കൂർക്കം വലിച്ചു കിടന്ന് ഉറങ്ങാമല്ലോ. നടക്കുന്നു. മച്ചു എന്റെ ആളാ. പോടാ. എന്തോ പറ്റിയാ? ചേച്ചി സമയം ചേച്ചി ഒരേ കൊണ്ട് പോടാം ചേച്ചി. പ്ലീസ് ചേച്ചി സമയം പോയി ചേച്ചി. വന്നിരിക്കുന്നവൻ എന്താ ഞങ്ങൾക്ക് വീട്ടിൽ പോയി ചോറും കറിയൊക്കെ വെക്കണം കേട്ടോ. കൂട്ടം നിന്ന് തന്നെ പിടിച്ചാ മതി. ഞങ്ങൾ ആദ്യം വെള്ളം പിടിക്കട്ടെ. സമയായി ചേച്ചി. വേഗം എടുത്തോണ്ട് പോ ചെറുക്കൻ. ഒന്ന് വേഗം കൊച്ചേ. ഇത്ര നേരം അടിച്ചോണ്ടിരിക്കുന്നത് വേഗം അടിച്ചെടുക്കുന്നുണ്ടോ? ഇതെന്താ ചേർക്ക കൊടം നിറഞ്ഞില്ലല്ലോ, മൊത്തം പിടിച്ചോണ്ട് പോ. വേണ്ട ചേച്ചി സമയായി. ഇവനൊരു കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ഈ പണി ചെയ്യേണ്ട കാര്യമുണ്ടോ? കണ്ടില്ല അവന്റെ ഒരു കഷ്ടപ്പാട്. എന്ത് ചെയ്യാനാ? അവന്റെ അമ്മ മഹാറാണിയെ പോലുള്ള ഒരു പെണ്ണിനെ അവനെ കെട്ടിച്ചു കൊടുക്കും. നിന്നെ കണ്ടു. ക്യൂട്ട് സ്മാർട്ട് സ്മാർട്ട് ബ്യൂട്ടിഫുൾ. പക്ഷെ വേറെ ചെറുക്കനോട് പോണുണ്ട്. ബോയ് ഫ്രണ്ടാ. സൂക്ഷിക്കണം ഞാൻ. ഇല്ലെങ്കിൽ എന്നോട് പറയാം, ഞാൻ കാച്ചിക്കളയാ. അളിയൻ എന്താ ഇന്ന് നേരത്തെ ഓഫീസിലേക്ക്? ലേറ്റ് ആയ മാനേജർ തലേ കയറി ഇറങ്ങും. എടാ മാനേജർ വഴക്ക് പറയോ അതോ നിന്റെ പെണ്ണാണ് വഴക്ക് പറയുന്നത്? എന്താ നീ പറഞ്ഞില്ലെങ്കിൽ ഞാൻ അറിയത്തില്ലെന്നാ. അതിരാവിലെ തന്നെ വെള്ളം പിടിക്കുന്നിടത്ത് പോയി കാത്തു നിൽക്കുക, ബൈക്കില് പുറകെ ഒരു കറക്കം. നടക്കട്ടെ നടക്കട്ടെ.